ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്താല്ലേ നമ്മുടെ കേരളത്തിലൊരു കാലാവസ്ഥ ഇപ്പം ഒരു 2 സെക്കൻഡ് ആകാശം വെളുവെളാന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 2 സെക്കൻഡിനുള്ളിൽ നല്ല അടിപൊളി മഴ പെയ്യും. അപ്പം നമുക്കിന്ന് നല്ല ഐശ്വര്യമായിട്ട് പല്ല് തേച്ചും കൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അലിഡ എന്നാണ്. ഞാൻ ഇതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രാവിലത്തെ പല്ല് തേപ്പും കലാപരിപാടികളും എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിനു മുന്നായിട്ട് ഈ വീഡിയോയിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു ഇൻട്രോ പറയണമല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പാരൻസിൻ്റെ വീട്ടിലാണുള്ളത്. ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ചുമ്മാ ഒരു വർക്കിംഗ് ഡേ വ്ളോഗ്. ഞാൻ മുന്നേ ഈ വർക്കിംഗ് ഡേ വ്ളോഗ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ വ്യൂസൊക്കെ വരുന്നത്, ലോങ് വീഡിയോസിന്. അപ്പം എൻ്റെ വർക്കിനെ പറ്റി ചോദിച്ചിട്ടും എല്ലാം കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. റിയലി താങ്ക് യു. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിട്ട് ഞാൻ വേറൊരു Q&A പോലെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, എല്ലാവരുടെയും എല്ലാ സംശയങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു വർക്ക് ഡേ വ്ളോഗാണ്. വെൽക്കം ടു അനദർ വ്ളോഗ്. പാരൻസിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് സമയാസമയം നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമുക്ക് പുട്ടും ബീഫ് കറിയും അതുപോലെ തന്നെ ഇഞ്ചി ചായയാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടി പിടിച്ചൊരു ദിവസം, അത്രയും ലേസി ആയിട്ടുള്ളൊരു ദിവസം. ഞാൻ അവിടുന്ന് നമ്മുടെ പുട്ടും ബീഫും കഴിച്ചിട്ട് ഇവിടെ വന്ന് കിടന്ന് പിന്നെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. എങ്ങനെയാണോ എന്തോ എനിക്ക് ഇത്രയധികം ഉറങ്ങാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങിയതാണ്. എനിവേ, ഇങ്ങനെ പോയാൽ പറ്റില്ല. കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കണം. അപ്പോൾ നമുക്ക് ക്യുക്കായിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സോ ഇതിനെ വേണമെങ്കിൽ മടി മാറാനായിട്ടുള്ള ഒരു ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മടി മാറാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പം ഇവിടെ വന്നാലും ഒടുക്കത്തെ മടി പിടിക്കാറുണ്ട് കേട്ടോ. ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യണത്. സാധാരണ ഞാൻ നിവിയയുടെയാണ് യൂസ് ചെയ്തത്. അത് ഞാൻ വന്നപ്പോൾ എടുത്തും കൊണ്ട് വരാൻ മറന്നുപോയി. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓക്കെ, ഇപ്പം തന്നെ കുറച്ച് തെളിച്ച വന്നു മുഖത്ത്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുഡിയോടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത് ഞാൻ. ഇങ്ങനെ ഓക്കെ ഓക്കേ. ഈ മാസം എനിക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് ടാസ്കുകളുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് കേട്ടോ. അപ്പം നല്ല മഴ പെയ്തു. തലേ തേങ്ങയും മടലൊന്നും വീടല്ലേ. നല്ല കാറ്റിൽ നല്ല അടിപൊളി മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിയ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒന്ന് മഴ നനയണം എന്നൊക്കെ. കാരണം വെയിൽ കൊണ്ട് പൊരിഞ്ഞൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മഴയും പിന്നെ മഞ്ഞുകാലമാണ്. മഞ്ഞുകാലമൊന്നും നമുക്കങ്ങനെ അധികം കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം മഴയോടാണ്. അപ്പം മഴ നനയണം എന്നുള്ള എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. വേനൽ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ വേനൽ കഴിഞ്ഞ് ഉടനെയുള്ള മഴ നനയുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ അടിച്ചുടച്ച് വരുന്നൊരു മഴയായിരിക്കും. സോ അത് നനയുന്നത് അത്ര നല്ലതല്ല. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ മഴ നനയുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളമാണ് എന്നാണല്ലോ. അപ്പുറത്തെ വീടിൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടെ റോട്ടിലേക്ക് വീണ് കിടക്കുന്ന കുറച്ച് മുല്ലപ്പൂക്കൾ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് കാണാറുണ്ട് അവിടെ നിന്ന് മുല്ലപ്പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ട് റോട്ടിൽ വണ്ടികളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ ചതഞ്ഞരഞ്ഞൊക്കെ കിടക്കുന്നത്. അതിലിങ്ങനെ നടന്നു വരുമ്പോൾ മുല്ലപ്പൂ പെറുക്കിയെടുക്കണം എന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. ഇപ്പോഴാണ് പെറുക്കിയെടുക്കാനുള്ളൊരു മൂഡ് എനിക്ക് കിട്ടുന്നത്. ബേസിക്കലി ഈ ജാസ്മിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ജാസ്മിൻ്റെ മണമല്ല, അല്ലാതെ റിയൽ മുല്ലപ്പൂവിൽ നിന്നുണ്ടാവുന്ന ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിറയ്ക്കുന്ന കൈ
ദേ ഞാൻ ഈ പെറുക്കി എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് ഒറ്റ തട്ടുള്ള മുല്ലപ്പൂക്കളാണ് കേട്ടോ. ഒരൊറ്റ തട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇവിടെ മുല്ലച്ചെടി ഉണ്ട്. ദേ ഈ തെങ്ങിൻ്റെ ഈ ചോട്ടിൽ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മുല്ലച്ചെടി. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ തലയിലേക്ക് വല്ല തേങ്ങയോ മച്ചിങ്ങ എന്തെങ്കിലുമൊക്കെ വീഴുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ചെറിയ ഒരു ഭയത്തോടെയാണ് നമ്മൾ ഈ ഒരു മുല്ലപ്പൂക്കൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മുല്ലപ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 തട്ടിലുള്ള മുല്ലപ്പൂക്കളാണ്, 2 അടുക്ക് മുല്ലപ്പൂക്കളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ പെറുക്കി എടുത്തുകൊണ്ട് വന്നതിനേക്കാളും ഇതാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂവ്. ഒരു നല്ല മഴ പെയ്ത് തോർന്ന സുഖം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ, ദേ ആ ഒരു സുഖമാണ് ഈ സുഖം. നല്ല മഴ പെയ്ത് തോർന്നൊരു സുഖം. കുറച്ചു നേരം കൂടെ മഴ ഉണ്ടായിരുന്നെങ്കിൽ ബാക്ക് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യായിരുന്നു. നീ ഇറങ്ങിയത് മഴ പോയി. ഓ ഒടിയൻ ഒടിയൻ. മഴ നനഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇന്നൊരു കുളി പാസ്സാക്കി. ഇന്ന് തല നനയ്ക്കണമെന്ന് വിചാരിച്ചൊരു ദിവസമല്ല, പക്ഷേ തല നനച്ചു. ആൻഡ് എൻ്റെ മുടി കണ്ട് ആരും പേടിപ്പിക്കേണ്ട, ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സലൂണിൽ എൻ്റെ തലമുടി വെട്ടാൻ കൊടുത്തതാണ്. അങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്. എനിവേ ഞാനിതാ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു വാഴയിലയും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഓലയുടെ അറ്റത്തുള്ളൊരു നാരില്ലേ അതും പറിച്ചെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. തെങ്ങിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഓലനാര് ഓലയുടെ ആ ഒരു നാര് ഞാൻ പറിച്ചെടുക്കുന്നത് മുല്ലപ്പൂ കോർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് തെങ്ങിൻ്റെ നാരാ, ഓലനാര്. പുതിയ കണ്ടുകൊടുത്താണല്ലോ. ഇതിൽ കെട്ടുന്നത് നീ കണ്ടിട്ടില്ല? വാഴയുടെ നാരിലടി കെട്ടുക. അഭി പറയായിരുന്നു ഓലനാരിലല്ല കെട്ടുക, വാഴയുടെ നാരിലാണ് കെട്ടുകയെന്ന്. വാഴയുടെ നാരിൽ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓലനാരിലും കെട്ടാറുണ്ട്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഓലനാരാണ്. വാഴയുടെ നാരിങ്ങനെ നനഞ്ഞ തുണി പോലിരിക്കും, അപ്പോൾ നമ്മൾ പിടിക്കുന്നിടത്ത് കിട്ടത്തില്ല. കണ്ടില്ലേ, മുല്ലപ്പൂ കെട്ടി എനിക്ക് ഒടുക്കത്തെ എക്സ്പീരിയൻസ് ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഞാൻ പഠിച്ചത് ഞാനും എൻ്റെ ഒരു കസിനും കൂടെയാണ് കേട്ടോ പഠിച്ചത്. എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട് മാർത്താണ്ഡത്ത്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിലേ അവിടെ പോകുമായിരുന്നു, ചർച്ചിൽ ഓരോ പരിപാടികൾക്കും അതുപോലെ വെക്കേഷനൊക്കെ അവിടെ പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണല്ലോ മുല്ലപ്പൂ ഉണ്ടാവുക, വെക്കേഷൻ ടൈമിൽ. അങ്ങനെ അവിടെ ഒട്ടുമിക്ക വീടുകളിലും മുല്ലപ്പൂക്കളുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു വലിയ ബക്കറ്റിലൊക്കെയാണ് രാവിലെ 5 മണിക്ക് പോയിട്ട് മുല്ലപ്പൂക്കെ പെറുക്കി എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് കെട്ടിയാലും തീരില്ല. എന്നിട്ട് ഞങ്ങൾ കഞ്ഞിയും കറിയൊക്കെ വെക്കുമായിരുന്നു മുല്ലപ്പൂ കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് മുല്ലപ്പൂവും ഞങ്ങളും തമ്മിലുള്ളൊരു ആത്മബന്ധം. അങ്ങനെയാണ് ഞാൻ മുല്ലപ്പൂ കെട്ടാനൊക്കെ പഠിച്ചത്. മുല്ലപ്പൂവൊക്കെ കോർത്ത് കഴിഞ്ഞിട്ട് അത് തലയിൽ വെക്കാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എൻ്റെ തലമുടിയുടെ ഒരു അവസ്ഥ ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് തലയിൽ ഇപ്പോൾ ഒന്നും വെക്കാൻ പറ്റില്ല, മരയ്ക്ക് കെട്ടാനും പറ്റില്ല, പോണിറ്റെയിൽ മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊച്ചിയിലുള്ള ഒരു സലൂണിൽ നിന്ന് മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെയും പറയണ്ടെന്ന് വിചാരിച്ച കാര്യമാണ്. ആ ഒരു സലൂണിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ എന്നാണ് ഒരു ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ ആ ഒരു ഷോർട്സിൻ്റെ താഴെ വന്നിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടു. നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കതൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഒരു നെഗറ്റീവ് കമൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിൽ ആ കമൻറ്റിൽ ആ ചേട്ടൻ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ കുറേ എണ്ണം അതിന് ഇറങ്ങിയിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നും പറഞ്ഞിട്ട്. ഒരു ക്യാമറയും തൂക്കി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആയി എന്നാണ് ഇവറ്റകളുടെയൊക്കെ വിചാരം. മിക്കവാറും 5-6 ആളുകളെയും കൂട്ടി ചെന്നിട്ട് അവിടെ നിന്ന് മുടിയും താടിയൊക്കെ വെട്ടി കാണും. അത് കഴിഞ്ഞിട്ട് അവരോട് ഡിസ്കൗണ്ട് ചോദിച്ചു കാണും ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ള പേരിൽ. പക്ഷേ ഡിസ്കൗണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ടു. ഇതാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്ക് വല്ല സീരിയലിലും കഥ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെടാം എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു കടയിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ബാഡ് സർവീസ് കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകൾ മുൻപ് വന്നിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് അവർ ഒരുപാട് സ്റ്റാഫിനെ മാറ്റിയിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വെറുതെ പിന്നെയും നിങ്ങൾ തന്നെ എന്നെക്കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയിപ്പിക്കരുത്. ഓക്കെ, ഇതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തന്നെ അത്രയധികം സങ്കടം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മുടിയുടെ മുല്ലപ്പൂവിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ പണ്ടത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്ലാനർ യൂസ് ചെയ്യുന്ന കാര്യം. ഞാനിപ്പോൾ ഡൂഡിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്ലാനറാണ് ഉപയോഗിക്കുന്നത് ഒരു ഇയറിലേക്ക്. 2024ൻ്റെ പ്ലാനറാണ് കേട്ടോ ഇത്.
ഇങ്ങനെ സെറ്റ് ചെയ്യണോണ്ടുള്ളൊരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഒക്കേഷൻ മറക്കത്തില്ല. ഇപ്പോൾ ബർത്ത്ഡേയ്സ് ആയാലും ആനിവേഴ്സറി, നമുക്ക് എന്തെങ്കിലുമൊക്കെ വരാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീഡിയോയുടെ കണ്ടൻറ്റ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏത് ഡേറ്റിൽ എന്ത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. സോ അതൊന്നും മിസ് ചെയ്യില്ല. നമ്മൾ ലേസി അല്ലാത്തിടത്തോളം കാലം ഇതൊക്കെ നമുക്കൊരു റിമൈൻഡറാണ്. ഓക്കെ, ഇങ്ങനെ ഇന്ന ദിവസം ഇന്നത് ചെയ്യാനുണ്ട് എന്നുള്ളൊരു റിമൈൻഡറാണ് ഓരോ പ്ലാനറും. അവിയലും ബീഫ് കറിയും കപ്പയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു ഉച്ചയ്ക്ക്. എൻ്റെ ആക്രാന്തവും വിശപ്പും കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയടാ. സോ എനിവേ, അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ നല്ല പാലട പായസവും ലഡുവും കഴിക്കാൻ തോന്നുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മധുരത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കുള്ള ഒരു സ്വത്താണ് നമ്മുടെ ഷുഗർ എന്ന അസുഖം. സോ എനിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ടൗണിൽ പോയിട്ട് നല്ല ചൂട് പാലട പായസവും നല്ല ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ലഡു മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മഞ്ചേരി കച്ചേരിപ്പടിയിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, സുൽത്താൻ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു ദിവസം കയറണം എന്നാണ് എൻ്റെ അടുത്ത ആഗ്രഹം. നമ്മൾ ക്യാൻഡോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്, കച്ചേരിപ്പടിയിൽ തന്നെ. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് സാധനം ആ റൈറ്റ് സൈഡിലിരിക്കുന്ന മഞ്ഞ ലഡുവാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു 5 മേടിച്ചു. അതിന് ശേഷം ഈ ഒരു കറുത്ത ഹൽവയും മേടിച്ച് നമ്മൾ. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇരിക്കുന്ന ഒരു പാലട പായസം സെൻ്ററാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ ഒരു 1-2 ഔട്ട്ലെറ്റ് മഞ്ചേരിയുടെ പല ഭാഗങ്ങളിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇവിടുന്ന് നമ്മൾ 1/2 ലിറ്റർ പാലട പായസമാണ് വാങ്ങിച്ചത്. 1/2 ലിറ്ററിന് 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പാലടയാണ്, ചൂടും ഉണ്ട് കേട്ടോ. എന്തായാലും വീട്ടിലെത്തി ഒട്ടും സമയം കളയാതെ തന്നെ ഞാനൊരു ബൗളെടുത്തിട്ട് ആ പാലട പായസം ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഇപ്പോൾ പായസത്തിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരിത്. സോ എൻ്റെ ഒരു അതായത് ഒരു ഫാൻറ്റസിയിലുണ്ടായിരുന്ന ഒരു ക്രേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലട പായസത്തിനകത്തേക്ക് ഇങ്ങനെ ഇത് നെയ്യ് ഒലിക്കുന്ന ലഡു ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് അത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് എന്താ പറയുക കഴിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കഴിക്കണമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്ത ആ ഒരു സാധനം കിട്ടുമ്പോഴുള്ള ഒരു മനസ്സന്തോഷവും ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് എന്താ പറയുക നിർവൃതി അടയുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ. ഞാനത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഗൈസ്, ഞാൻ നിങ്ങളെ പിന്നെ ഓർമ്മിപ്പിക്കുന്നു, ആരും പേടിക്കണ്ട, ഇതൊരു വർക്ക് ഫ്രം ഹോം വീഡിയോ തന്നെയാണ്. ഇന്ന് എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് 5 മണിക്കാണ് കേട്ടോ. ഇപ്പോൾ 5:30 ഒരു മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, എൻ്റെ വർക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഡോക്ടർ ഒന്ന് മാറി, എൻ്റെ സ്പെഷ്യാലിറ്റി ഒന്ന് മാറി. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പം ഞാൻ അർജൻറ്റ് കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പം എനിക്ക് കൈൻഡ് ഓഫ് അർജൻറ്റ് കെയറിൻ്റെ ഒരു ട്രെയിനിങ് സെറ്റപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലൈവായിട്ടുള്ള സ്ക്രൈബിങ് ഇപ്പം ഇല്ല, മറിച്ച് ഞാനിപ്പോൾ ഒരു ഷാഡോയിങ് ഫേസിലാണ് പിന്നെയും. സോ ഈ ഷാഡോയിങ്ങും കുറച്ച് ഓഡിറ്റും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി അർജൻറ്റ് കെയറിലേക്ക് മെയിനായിട്ട് സ്ക്രൈബിങ് തുടങ്ങുക ലൈവായിട്ട്. അപ്പോൾ ഓരോ സ്പെഷ്യാലിറ്റി മാറുമ്പോഴും ഇത്തരത്തിലുള്ള ഓഡിറ്റുകളും ഷാഡോയിങ് പ്രൊസീജിയേഴ്സും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പോളിസിയും കാര്യങ്ങളൊക്കെയാണ്. മുൻപുള്ള വർക്ക് റൂട്ടീൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കമ്പനിയിലേക്ക് കയറുക എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഒരു എൻ്റെ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ അയക്കുക വിത്ത് യുവർ CV ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ എൻ്റെ കമ്പനിയിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. സോ അങ്ങനൊരു മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾ ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് അക്വിറ്റി സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്ക്രൈബ് ആണെങ്കിൽ നിങ്ങളെ വേഗം തന്നെ കമ്പനിയിലേക്ക് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറിച്ച് നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകണം. മാത്രമല്ല, ഇപ്പോൾ ഫ്രഷേഴ്സിന് എത്രത്തോളം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്കും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ
കമ്പനിയുടെ സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആ വഴി നോക്കാവുന്നതാണ്. മറിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ റെഫർ ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിനെ പറ്റിയിട്ട്. ഞാനൊരിക്കലും മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് എടുത്തിട്ടല്ല ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. എൻ്റെ മെഡിക്കൽ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിലോട്ട് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഫാം ഡി ഡിഗ്രിയുടെ ബേസിലാണ് എനിക്കിവിടെ ജോലി കിട്ടിയത്. സോ നിങ്ങളൊരു മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബി ഫാം, എം ഫാം, ഫാം ഡി, BAMS, BHMS, ലൈഫ് സയൻസ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് പഠിക്കാതെ, ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പല കമ്പനികളിലും ഫ്രഷറായിട്ട് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്കോ മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഡെയിലി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിന്ന് അലോ ചെയ്തിരിക്കുന്ന ഡോക്ടറിൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് 7 മണിക്കാണ്. സോ അത്രയും ടൈം എനിക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യാം, വേറെ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഒരു ഹാഫ് അവർ ഒരു ടീ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ ഷാഡോയിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അമ്മയാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഹായ് പറയൂ. ഹായ്. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മേലൊക്കെ കഴുകിയിട്ടോ ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഈ ഡോക്ടറിനെ ഷാഡോ ചെയ്തിട്ട്, ഷാഡോയിങ് എന്താണെന്നൊക്കെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടറിനെ ഷാഡോ ചെയ്തിട്ട് നമ്മൾ ഒരു മിനിമം ഒരു 8 ചാർട്ട്സ് എങ്കിലും ഇന്ന് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ റിവ്യൂ പറയും, നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയും, നമ്മൾ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മളെ ആ ഒരു സ്പെഷ്യാലിറ്റിയിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക പ്രൊഫിഷ്യൻ്റ് ആയിട്ട് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഷാഡോയിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയറിൽ നടത്തുന്നത്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ അവരൊരു ചെറിയൊരു ഓഡിറ്റും കൂടെ കണ്ടക്ട് ചെയ്യും. ഏകദേശം 9:30 ആയപ്പോൾ ഞാനൊരു 1 hour ലഞ്ച് ബ്രേക്ക് എടുത്തു കേട്ടോ. ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് ഡിന്നർ ബ്രേക്കാണ്. നമ്മുടെ അമേരിക്കയിൽ ഇപ്പോൾ ലഞ്ച് ടൈം അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. സോ അർജൻറ്റ് കെയർ ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് അവിടെ ലഞ്ച് ബ്രേക്ക് എന്നുള്ള ഒരു പക്കാ ഷെഡ്യൂളും കാര്യങ്ങളും നമുക്കുണ്ടാവില്ല. ഡോക്ടർമാർ പേഷ്യൻസ് വരുന്നതിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ അവർക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴായിരിക്കും ഒരു 15 minutes 20 minutes 1 hour ഒക്കെ ബ്രേക്ക് എടുക്കുക. അപ്പം ഞാൻ ഒരു 9:30 to 10:30 വരെയാണ് ഞാൻ പൊതുവെ ബ്രേക്ക് എടുക്കാറ്. അപ്പോൾ ഞാൻ ആ ഒരു ബ്രേക്ക് ടൈം ആയപ്പോഴത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്നതാണ്. അമ്മയാണെങ്കിൽ ഇന്നിവിടെ ഉണക്ക മീനിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. മറ്റേ സ്രാവിൻ്റെ ഉണക്കലിൻ്റെ കറിയാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഡിന്നർ കഴിച്ചത്. എന്താണെന്നറിയില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കും ഫുഡ് കഴിക്കുന്നത്, പക്ഷേ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ എടുക്കാനങ്ങ് മറന്നു പോവുകയാണ്. എന്താണെന്നറിയില്ല, ഫുൾ കോൺസെൻട്രേഷൻ ഇപ്പോൾ എൻ്റെ ഫുഡിലാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വർക്കിലേക്ക് കയറിയിട്ടുണ്ട്. കമ്പനിയിൽ ജോയിൻ ചെയ്യണ സമയത്ത് ഒരു സെറ്റ് ഓഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്കൊരു ഡോക്ടറിനെ അസൈൻ ചെയ്ത് കിട്ടുക. അപ്പോൾ ഡോക്ടർ മാറുന്ന സമയത്ത് പിന്നെയും അത്രയ്ക്ക് ട്രെയിനിങ് ഇല്ലെങ്കിൽ പോലും പിന്നെയും കുറച്ച് ട്രെയിനിങ്ങും ഓഡിറ്റ്സും നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിലേറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡോക്ടറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 3:30-4 മണി വരെയൊക്കെ വർക്ക് ചെയ്യണമായിരുന്നു. ഇത് നമുക്കൊരു മാക്സിമം ഒരു 2 o'clock വരെയൊക്കെ ഷാഡോയിങ് ഡോക്ടർമാർ കൂടുതലും വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ ഷാഡോ ചെയ്യുന്ന അർജൻറ്റ് കെയറിലെ ഡോക്ടറാണെങ്കിൽ തന്നെ 2 o'clock വരെയൊക്കെ തന്നെ മാക്സിമം വർക്ക് ചെയ്യുള്ളൂ. ചില ദിവസങ്ങളിൽ 12:45 കഴിയും, രാത്രി 12:45 AM ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഷിഫ്റ്റ് കഴിയും. സോ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഏകദേശം ഒരു 2 o'clock ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ സിസ്റ്റമൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.